ഇപ്പോൾ TV ഓണാക്കിയാലും പത്രം നോക്കിയാലും ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള കുറേ വാക്കുകൾ കേട്ട് ഇതെന്താ സംഭവം എന്ന് ആലോചിച്ച് കൺഫ്യൂഷനായി കാണും അല്ലേ. ഉദാഹരണത്തിന് FRBM ആക്ട്, അപ്രോപ്രിയേഷൻ ബില്ല്, ഗവൺമെന്റ് ബോറോയിങ് മുതലായവ. ഇതൊക്കെ ഫിനാൻഷ്യൽ ജാർഗൺസ് ആണ്, അതായത് സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് സാമ്പത്തിക പദപ്രയോഗങ്ങളുണ്ട്. ഈ ബഡ്ജറ്റും ഫിനാൻസും ഒക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എങ്കിൽ പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അത്ര പരിചിതമല്ല. എന്നിരുന്നാലും സാമ്പത്തിക പദപ്രയോഗങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിയന്ത്രണവും കൃത്യമായിട്ടുള്ള സാമ്പത്തിക ബോധവും ആത്മവിശ്വാസവും നേടുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പത്തിക മേഖലയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നോക്കാം. പ്രൈമറി ഡെഫിസിറ്റ്, അതായത് പ്രാഥമിക കമ്മി. കമ്മി എന്ന പദത്തിന്റെ അർത്ഥം കടം എന്ന പദത്തിന് തുല്യമല്ല. ഇതൊരു വർഷത്തിലെ മൊത്തം കമ്മികളുടെ ശേഖരമാണ്. ഒരു ഗവൺമെന്റിന്റെ ചിലവുകൾ മൊത്തം വാർഷിക വരുമാനത്തെക്കാൾ കൂടുതലാകുമ്പോൾ ഒരു കമ്മി സംഭവിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ചിലവുകൾ അതിന്റെ വരുമാനത്തെക്കാൾ കവിയുന്ന തുകയാണ്. അത് കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കടത്തിന്റെ പലിശ അടയ്ക്കൽ ഒഴികെ. നിലവിലെ സർക്കാർ ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ ചിലവും ഈ വർഷത്തെ എല്ലാത്തരം നികുതിയിൽ നിന്നുമുള്ള മൊത്തം വാർഷിക വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രാഥമിക കമ്മി എന്ന പദം അളക്കുന്നത്. പ്രാഥമിക കമ്മി മൊത്തം കമ്മിയിൽ നിന്നോ ധനകമ്മിയിൽ നിന്നോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ മൊത്തം കമ്മി എന്ന ഒരു കടത്തിന്റെ പലിശ പേയ്മെന്റുകളുടെ മൂല്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാഥമിക കമ്മിയും. നടപ്പ് വർഷത്തിന്റെ ധനകമ്മിയും മുൻ വർഷത്തിന്റെ കടമെടുത്തതിന്റെ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണിത്. പ്രാഥമിക കമ്മി ചുരുക്കുന്നത് ധനപരമായ ആരോഗ്യത്തിലേക്കുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നു. FRBM ആക്ട് 2003 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണ നടപടിയാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ബോഡി നിയമം. ധനകാര്യ അച്ചടക്കം ഉറപ്പാക്കാനും ധനകമ്മി നിയന്ത്രിക്കാനും മൈക്രോ ഇക്കണോമിക് സ്ഥിരത നിലനിർത്താനുമാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ FRBM നിയമം സർക്കാരിന്റെ വരവും ചിലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്തൽ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കൽ, മൈക്രോ ഇക്കണോമിക് സ്ഥിരത കൈവരിക്കുക, പൊതുഫണ്ടുകൾ നിയന്ത്രിക്കുക, സമതുലിതമായ ബഡ്ജറ്റിലേക്ക് നീങ്ങുക, സാമ്പത്തിക മിതത്വം പുനഃസ്ഥാപിക്കൽ എന്നിവയാണ് ആക്ടിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കും ഗ്രാന്റുകൾക്കുമായുള്ള വോട്ടെടുപ്പിന് ശേഷം സർക്കാർ ധനവിനിയോഗ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ധനവിനിയോഗ ബില്ല് സാമ്പത്തിക വർഷത്തിലെ ചിലവുകൾക്കായി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നു. ഫിനാൻസ് ബിൽ. അപ്രോപ്രിയേഷൻ ബില്ല് സാമ്പത്തിക വർഷത്തിലെ ചിലവുകൾക്കായി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ഫണ്ട് പിൻവലിക്കാൻ സർക്കാരിന് അധികാരം നൽകുമ്പോൾ ഫിനാൻസ് ബില്ല് ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരമാണ് നൽകുന്നത്. പുതിയ നികുതികൾ ചുമത്തുക, നിലവിലുള്ള നികുതി ഘടനയിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പാർലമെന്റ് അംഗീകരിച്ച കാലയളവിനിപ്പുറം നിലവിലുള്ള നികുതി ഘടനയുടെ തുടർച്ച എന്നിവയ്ക്കുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ഈ ബില്ലിലൂടെ പാർലമെന്റിൽ സമർപ്പിക്കുന്നു. പാർലമെന്റ് ബഡ്ജറ്റ് പാസാക്കുന്നതിന്റെ അവസാന ഘട്ടം ധനവിനിയോഗ ബില്ലുകളുടെയും ധനകാര്യ ബില്ലുകളുടെയും പാസാക്കലാണ്. റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. പൊതുവെ ആസ്തികൾ വിൽക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യാത്ത എല്ലാ രസീതുകളും ചിലവുകളും റവന്യൂ അക്കൗണ്ടിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രസീതുകളുടെ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ രസീത് നികുതികളായിരിക്കും. ചിലവിന്റെ വശത്ത് ആസ്തി സൃഷ്ടിക്കാത്ത എന്തും റവന്യൂ ചിലവായി കണക്കാക്കുന്നു. ശമ്പളവും സബ്സിഡിയും പലിശയും റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ചില ഉദാഹരണങ്ങളാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. ഒരു അസറ്റ് ലിക്വിഡേറ്റ് ചെയ്തോ സൃഷ്ടിക്കുന്നതോ ആയ എല്ലാ രസീതുകളും ചിലവുകളും പൊതുവെ മൂലധന അക്കൗണ്ടിന് കീഴിലായിരിക്കും. ഉദാഹരണത്തിന് സർക്കാർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് വിറ്റഴിക്കുകയാണെങ്കിൽ അത് ഫലത്തിൽ ഒരു ആസ്തി വിൽക്കലാണ്. വിൽപ്പനയിൽ നിന്നുള്ള രസീതുകൾ മൂലധന അക്കൗണ്ടിന് കീഴിലായിരിക്കും. സർക്കാർ ആർക്കെങ്കിലും പലിശ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വായ്പ നൽകിയാൽ ആ ചിലവും മൂലധന അക്കൗണ്ടിന് കീഴിലായിരിക്കും. ആസ്തികൾ സൃഷ്ടിക്കുന്നതിനാൽ ഇൻഫ്രാസ്ട്രക്ചറിനായി ചിലവഴിക്കുന്നതും മൂലധന ചിലവാണ്. റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ അക്കൗണ്ടിലെ എല്ലാ ചിലവുകളും റവന്യൂ അക്കൗണ്ടിലെ രസീതുകളിൽ നിന്ന് നന്നായി കണ്ടെത്തണം. ഒപ്പം റവന്യൂ ഡെഫിസിറ്റ് 0 ആയിരിക്കണം. റവന്യൂ യൂട്ടിലൈസേഷൻ വരവിനേക്കാൾ കൂടുതലായാൽ സർക്കാർ കടം വാങ്ങേണ്ടി വരും. അത്തരം കടം വാങ്ങുന്നത് റിഗ്രസീവ് ആയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അത് ഉപഭോഗത്തിനായുള്ളതാണ്, ആസ്തികൾ സൃഷ്ടിക്കാനുള്ളതല്ല. ഗവൺമെന്റ് ബോറോയിങ്. ഗവൺമെന്റ് ബോറോയിങ് എന്നത് രാജ്യത്തിനകത്ത് നിന്നോ വിദേശത്ത് നിന്നോ ഒരു സർക്കാർ കടമെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സർക്കാർ എടുക്കുന്ന വായ്പയെ ഗവൺമെന്റ് ബോറോയിങ് എന്ന് വിളിക്കാം. പൊതുസേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ചിലവുകൾക്കായി സെൻട്രൽ ഗവൺമെന്റ് കടമെടുക്കുന്ന മൊത്തം പണമാണിത്. സർക്കാരിന്റെ ചിലവ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിൽ നികുതിയും നികുതിയിതര വരുമാനവും കുറവായതിനാൽ സർക്കാർ വാർഷിക വായ്പ എടുക്കൽ പരിപാടി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും സാമ്പത്തിക മേഖലയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ. ഈ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാതെ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസോ ചർച്ചകളോ മനസ്സിലാക്കാനോ വിലയിരുത്താനോ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ആ ബുദ്ധിമുട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി ഫിനാൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് അറിവുകൾക്കും ന്യൂസുകൾക്കും വീഡിയോസിനുമായി മൈഫിൻ TV ഫോളോ ചെയ്യുക.